അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ചാനലിലൂടെ അവതരിപ്പിക്കുന്ന സമസ്തയുടെ ചരിത്ര പരമ്പരയുടെ 16-ാം ഭാഗമാണ് ഈ വീഡിയോ. കോഴിക്കോട് മൊഹിയുദ്ദീൻ പള്ളി സുന്നികളുടെ കയ്യിൽ നിന്ന് വഹാബികൾ തട്ടിയെടുത്ത ആ ഒരു സംഭവം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ വിശ്വാസപൂർവ്വത്തിലൂടെ വിവരിച്ചത് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ സമസ്തയുടെ പ്രസിഡന്റ് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ വിയോഗത്തിന് ശേഷം കെ സദഖത്തുള്ള മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡൻ്റായതും എന്നാൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അധികം വൈകാതെ സദഖത്തുള്ള മുസ്ലിയാർ രാജിവെക്കുകയും തുടർന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡൻ്റ് ആവുകയും ചെയ്ത സംഭവങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും മുഴുവനായിട്ടും കാണുക. സമസ്തയെ ജനകീയമാക്കാനും സാധാരണക്കാർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള പണ്ഡിതന്മാരുടെ പരിമിതി മറികടക്കാനുമാണ് സുന്നി യുവജന സംഘം 1954 രൂപീകരിച്ചത്. പക്ഷേ സുന്നി യുവജന സംഘം രൂപീകരിച്ചിട്ട് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഖണ്ഡന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളുമായിട്ട് മാത്രം സുന്നി യുവജന സംഘം മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള ജനകീയ സാമൂഹിക പ്രവർത്തനങ്ങളോ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോ മറ്റ് സാമൂഹിക സാന്ത്വന പ്രവർത്തനങ്ങൾക്കോ ഒന്നും SYS രംഗത്തിറങ്ങിയിട്ടില്ല. അതിന് പ്രധാന കാരണം അന്ന് സുന്നി യുവജന സംഘം രൂപീകരിക്കുന്ന സമയത്ത് സമസ്തയിൽ നിന്നടക്കം പല എതിർപ്പുകൾ നേരിട്ടിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ രാഷ്ട്രീയ പാർട്ടിയും ചില രാഷ്ട്രീയക്കാരുമൊക്കെ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കാരണം അതുവരെ ഇങ്ങനൊരു യുവജന സംഘം പ്രവർത്തിച്ചതായിട്ട് ഒരു അറിവുമില്ലായിരുന്നു. ആദ്യമായിട്ടാണല്ലോ ഒരു യുവജന സംഘം രൂപീകരിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. അപ്പോൾ SYS സാമൂഹിക പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നാൽ അപ്പോൾ ചില നേതാക്കന്മാർ പറയും അതിനിവിടെ യൂത്ത് ലീഗ് ഉണ്ടല്ലോ, ഇനി വിദ്യാഭ്യാസ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നാൽ അതിന് MES ഉണ്ടല്ലോ, പിന്നെ SYSന് എന്താ പണി? അത് ഖണ്ഡന പ്രസംഗം നടത്തുക, വാദപ്രതിവാദം നടത്തുക, ഇതാണ് SYSൻ്റെ പണി എന്നാണ് നേതാക്കന്മാർ പറയുക. എന്നിട്ടോ SYSൻ്റെ നേതൃത്വത്തിൽ സംവാദവും ഖണ്ഡനമൊക്കെ പ്രസംഗമൊക്കെ നടത്തുമ്പോൾ അപ്പോൾ പറയും ഇതെപ്പോൾ നോക്കിയാലും ഖണ്ഡനവും മണ്ഡലവും തന്നെ, വേറൊരു പരിപാടിയില്ല. ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ തടഞ്ഞു നിർത്തിക്കുകയായിരുന്നു SYSനെ. സമൂഹത്തിലേക്ക് ഇറങ്ങാൻ, സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങാൻ അന്ന് സമ്മതിക്കുമായിരുന്നില്ല. കുറേ കാലം ആ ഒരു രീതിയിൽ മാത്രമായിരുന്നു SYS പ്രവർത്തിച്ചിരുന്നത്. എപ്പോഴും ഒരു നിയന്ത്രണം SYSന് മേലുണ്ടായിരുന്നു. 1957 ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ വിയോഗവും തൊട്ടടുത്ത വർഷം 1958 പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ വിയോഗവും വലിയ തീരാ നഷ്ടം തന്നെയാണ് SYSനും സമസ്തക്കൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്ന് SYSനെ നിർജ്ജീവമാക്കി നിർത്തുമ്പോൾ അന്നത്തെ നേതാക്കന്മാർക്ക് തോന്നിയിരുന്നു. പതി ഉസ്താദൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും SYSനെ ഈ രീതിയിൽ തളച്ചിടാൻ സമ്മതിക്കുമായിരുന്നില്ല. ആരുടെ മുമ്പിലും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ പതി ഉസ്താദിനുള്ള കഴിവും ധീരതയും അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു പണ്ഡിതൻ്റെ അഭാവം തന്നെയാണ് SYSനെ ആ രീതിയിൽ തളച്ചിടാൻ അന്ന് കഴിഞ്ഞത്. 1956 സെപ്റ്റംബർ 20 ഇസ്ലാഹുൽ ഉലൂമിൽ ചേർന്ന മുഷാവറയിലാണ് ബഹുമാനപ്പെട്ട OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, ഇമ്പിച്ചിക്കോയ തങ്ങൾ, സയ്യിദ് ഉള്ളാൾ അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ എന്നിവരെ മുഷാവറ അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഉള്ളാൾ തങ്ങൾ സയ്യിദ് മദനി ദർഗയോട് ചേർന്നുള്ള പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിജ്ഞാനവുമായിട്ടും ആരാധനാകർമ്മങ്ങളുമായിട്ടൊക്കെ മുഴുകി നിൽക്കുന്ന, വിജ്ഞാനത്തോട് അടങ്ങാത്ത ദാഹമുള്ളൊരു പണ്ഡിതനായിരുന്നുവല്ലോ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ. സമസ്തയുടെ പ്രവർത്തനങ്ങളിലൊന്നും അങ്ങനെ സജീവമായിരുന്നില്ല. എങ്കിലും 1965 ഓഗസ്റ്റ് 20 ചേർന്ന മുഷാവറയിൽ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിക്കാനുള്ള കണ്ണിയത്ത് ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളെയും ഉൾപ്പെടുത്തി. അങ്ങനെ 1970 സമസ്തയുടെ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ചേളാരിൽ വെച്ച് നടക്കുമ്പോൾ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ അല്പം ശ്വാസനയോടെ തന്നെ വളരെ ഗൗരവത്തിൽ തന്നെ ഉള്ളാൾ തങ്ങളോട് സമസ്തയിൽ സജീവമാകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുടെ കർശനമായിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ സമസ്തയിൽ സജീവമായിട്ട് രംഗത്തിറങ്ങുന്നത്. 1963 സമസ്തയ്ക്ക് കീഴിൽ ഒരു ദഅ്വാ കോളേജ് എന്ന ഒരു സ്വപ്നം പട്ടിക്കാട് ജാമിഅ നൂരിയ സ്ഥാപിക്കപ്പെട്ടത്. 1965 മുതൽ ജാമിഅ നൂരിയയിൽ നിന്ന് സനദ് കൊടുക്കാനും ആരംഭിച്ചു. 1966 തലശ്ശേരി ഓടക്കൽ പള്ളിയിൽ വെച്ച് വെല്ലൂർ ബാക്കിയാത്തിലെ പ്രിൻസിപ്പലായ ഷെയ്ഖ് ഹസൻ അസ്രത്തിൻ്റെ നേതൃത്വത്തിൽ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കാനുള്ള യോഗം നടന്നു. ബഹുമാനപ്പെട്ട OK ഉസ്താദ്
കാന്തപുരം ഉസ്താദ്, നൂറുൽ ഉലമ MA ഉസ്താദ് അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ബഹുമാനപ്പെട്ട ഹസൻ ഹസ്രത്ത് പണ്ഡിതന്മാർക്ക് വേണ്ടി ഇങ്ങനൊരു സംഘടന രൂപീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട MA ഉസ്താദിന് അതിനെ എതിർത്തു. നിലവിലിപ്പോൾ ഒരു സംഘടന ഉണ്ടല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള ഒരു പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മ നിലവിലുണ്ടല്ലോ, പിന്നെ മറ്റൊരു സംഘടന രൂപീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട MA ഉസ്താദിന് തുടക്കത്തിൽ തന്നെ ഇതിനെ എതിർത്തു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും അവിടുത്തെ ഉസ്താദായ ഹസൻ ഹസ്രത്തിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാകുമ്പോൾ വേറെ ഒരു സംഘടന ആവശ്യമില്ലല്ലോ എന്ന്. എന്നാൽ അവിടെ കൂടിയ മറ്റു നിരവധി പണ്ഡിതന്മാർ, അവരിൽ ഭൂരിഭാഗവും ബഹുമാനപ്പെട്ട ഹസൻ ഹസ്രത്തിൻ്റെ ശിഷ്യന്മാരാണ്. അവരൊക്കെയും ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കാനുള്ള എല്ലാ സഹകരണവും ചെയ്തു കൊടുത്തു. കുറഞ്ഞ ആളുകളുടെ എതിർപ്പ് വകവെക്കാതെ അഖില കേരള എന്ന സംഘടന അങ്ങനെ രൂപീകരിക്കപ്പെട്ടു. ഓവുങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അബ്ദുറഹ്മാൻ ഫലുഫരി, OK ഉസ്താദ്, KK അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയവരെ പ്രധാന ഭാരവാഹികളായും KP അബ്ദുസലാം മുസ്ലിയാർ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്നിവരെ സഹ ഭാരവാഹികളുമായിട്ടാണ് കമ്മിറ്റി രൂപീകരിച്ചത്. അൽ ജംഇയ്യത്ത് എന്നൊരു മാസികയും അവർ പുറത്തിറക്കി. എന്നാൽ സമസ്തയെ വകവെക്കാതെ അഖില കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത് സമസ്ത നേതാക്കൾക്കിടയിൽ കടുത്ത എതിർപ്പിന് കാരണമായി. അങ്ങനെ സമസ്ത നേതാക്കളുടെയും സ്വതക്കത്തുള്ള മുസ്ലിയാരുടെയും ഒക്കെ കടുത്ത എതിർപ്പ് കാരണം കൊണ്ട് തന്നെ പല നേതാക്കളും അനുയായികളുമൊക്കെ അഖില കേരള എന്ന സംഘടനയിൽ നിന്ന് പിന്മാറുകയുണ്ടായി. സ്വതക്കത്തുള്ള മുസ്ലിയാർ തൻ്റെ ശിഷ്യനായ OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരെയും ആ സംഘടനയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയുണ്ടായി. അതോടെ അഖില കേരളയുടെ പ്രവർത്തനം പാടെ നിലച്ചുപോവുകയും പതിയെ ആ സംഘടന അപ്രത്യക്ഷമാകുകയും ചെയ്തു. ആ കാലത്ത് സജീവമായി രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയത്തങ്ങൾ 1968 സുന്നി യുവജന സംഘത്തിൻ്റെ പ്രസിഡൻ്റായി സ്ഥാനമേറ്റെടുത്തു. KP ഉസ്മാൻ സാഹിബായിരുന്നു സെക്രട്ടറി. 1970 സുന്നത്ത് ജമാഅത്തിൻ്റെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാരെ മുഷാവറ അംഗമായി തിരഞ്ഞെടുത്തു. തൊട്ടടുത്ത വർഷം 1971 സെപ്റ്റംബർ 20 ചേർന്ന മുഷാവറയിൽ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ രാജിക്കത്ത് സമർപ്പിച്ചു. പിഴച്ച ത്വരീക്കത്തുകാരായ കോരൂർ കൈക്കാരുടെ പള്ളിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ സ്വീകരിച്ച നിലപാടിൽ മറ്റുള്ളവർക്കുണ്ടായ അമർഷമാണ് ആ രാജിക്കത്തിൽ കലാശിച്ചത്. എന്നാൽ ആ രാജിക്കത്ത് മുഷാവറ തള്ളുകയും അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് തീരുമാനമാക്കാൻ 4 അംഗ സമിതിയെ സമസ്ത തീരുമാനിക്കുകയും ചെയ്തു. 1963 കാസർഗോഡ് വെച്ച് നടന്ന 22ാം സമ്മേളനത്തിന് ശേഷം 9 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് സമസ്തയുടെ സമ്മേളനം നടക്കുന്നത്. 1972 മെയ് 5, 6, 7 തീയതികളിൽ തിരുനാവായ മഖ്ദൂം നഗറിൽ വെച്ചാണ് സമസ്തയുടെ 22ാം സമ്മേളനം നടക്കുന്നത്. തമിഴ്നാട്ടിലെ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഹസ്രത്ത് അധ്യക്ഷനും ബാഫക്കി തങ്ങൾ ഉദ്ഘാടകനുമായിരുന്നു ആ സമ്മേളനത്തിൽ. വിദ്യാഭ്യാസ ബോർഡിൻ്റെയും സുന്നി യുവജന സമ്മേളനത്തിൻ്റെയും സമ്മേളനം കൂടി ഈ സമ്മേളനത്തിനോട് ചേർന്ന് നടത്തിയിരുന്നു. SYSൻ്റെ സമ്മേളനം അധ്യക്ഷം വഹിച്ചത് നൂരിഷായും ഉദ്ഘാടനം വഹിച്ചത് സ്പീക്കറായ K ബാവ ഹാജിയുമായിരുന്നു. 23ാം സമ്മേളനത്തിലെ പ്രമേയങ്ങളിൽ ചിലത് മാത്രം ഞാനിവിടെ വായിക്കാം. EMS നമ്പൂതിരിപ്പാടിൻ്റെ ജേർണൽ പുസ്തകത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ വെറും പരസ്യ വചനങ്ങളാണെന്ന് വരുത്തി തീർക്കുന്ന ലേഖനങ്ങളിൽ മുസ്ലിങ്ങൾ അകപ്പെട്ടു പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ആ തീരുമാനത്തെ തുടർന്ന് EMSുമായി ബന്ധം വേർപ്പെടുത്താൻ ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് തീരുമാനിക്കുകയും പത്രപ്രസ്താവന നടത്തുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം 1973 ജനുവരി 19 സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹജ്ജിന് പോയ സമയത്ത് അവിടെ വെച്ച് രോഗം ബാധിച്ചാണ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ മരണപ്പെട്ടത്. മക്കയിലെ ജന്നത്തിൽ മുഅല്ലയിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബാഫക്കി തങ്ങളുടെ കാലത്ത് മുസ്ലിം ലീഗുമായി സമസ്തക്കുണ്ടായിരുന്ന അമിതമായ ബന്ധം ബാഫക്കി തങ്ങളുടെ കാലശേഷം സമസ്തക്ക് വളരെയധികം ദോഷമായിട്ട് ബാധിച്ചു. ചില മുസ്ലിം ലീഗ് നേതാക്കൾ സമസ്തയെയും സമസ്തയുടെ സമ്മേളനങ്ങളെയുമൊക്കെ ഹൈജാക്ക് ചെയ്യാനും ആരംഭിച്ചു. പട്ടിക്കാട് ജാമിയ നൂരിയിൽ നടക്കുന്ന വാർഷിക സമ്മേളനങ്ങളൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരൊക്കെയായിരുന്നു അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചിരുന്നത്. പണ്ഡിതന്മാർക്കൊന്നും കാര്യമായിട്ടുള്ളൊരു റോളും പട്ടിക്കാട് ജാമിയ നൂരിയുടെ സമ്മേളനത്തിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി വളർന്നപ്പോൾ സമസ്ത തളർന്നു. തുടർന്നുള്ള 13 വർഷം സമസ്തയുടെ സമ്മേളനങ്ങൾ നടന്നിട്ടില്ല. അധികാരവും സ്വാധീനവുമുള്ള മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരും സലഫികളോട് ചേർന്ന് നിൽക്കുകയും അവർക്ക് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തും കൊടുക്കുന്നതുമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല 13 നൂറ്റാണ്ട് കാലം സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും പിന്നിൽ അണിനിരന്ന്
ഒറ്റക്കെട്ടായി ജീവിച്ച കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നിപ്പും ഉടലെടുത്തു തുടങ്ങി. അവർക്ക് സയ്യിദന്മാരോടും പണ്ഡിതന്മാരോടുമുള്ള ആദരവും ബഹുമാനവുമൊക്കെ കുറഞ്ഞു വന്നു. പണ്ഡിതന്മാരെയും സുന്നികളെയുമൊക്കെ പഴഞ്ചന്മാരും പിന്തിരിപ്പന്മാരുമായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങി. അന്ന് സമസ്തയുടെ പണ്ഡിതന്മാർക്ക് അന്നത്തെ മന്ത്രിമാരെയോ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ കാണണമെങ്കിൽ മണിക്കൂറുകളോളം അവരുടെ പടിവാതിൽക്കൽ കാത്തിരിക്കേണ്ട അവസ്ഥ വന്നു. അല്പം ഭൗതിക വിദ്യാഭ്യാസം നേടുമ്പോൾ തന്നെ പിന്നെ സുന്നിയാണെന്ന് പറയാൻ തന്നെ സാധാരണക്കാർക്ക് മടി വരുന്ന അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. എല്ലാം രാഷ്ട്രീയ പാർട്ടിയെ മറയാക്കിക്കൊണ്ട് വഹാബികൾ കളിച്ച ആസൂത്രണത്തിൻ്റെ ഭാഗമാണ്. ആ കാലഘട്ടത്തിലാണ് വാഴക്കാട് ദാറുൽ ഉലൂം അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ സുന്നികൾക്ക് നഷ്ടപ്പെട്ടത്. വഖഫ് ബോർഡിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ടാണ് സുന്നികൾക്ക് ഇത്രത്തോളം സ്ഥാപനങ്ങളും വഖഫ് സ്വത്തുകളും നഷ്ടപ്പെട്ടത്. ചില രാഷ്ട്രീയ നേതാക്കന്മാരും അധികാരികളുമൊക്കെ സലഫികൾക്ക് അതിനുവേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു എന്ന കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 1973 ചേർന്ന മുഷാവറയിൽ പാണക്കാട് പൂക്കോയ തങ്ങളെ മുഷാവറയിൽ ക്ഷണിതാവായിട്ട് ക്ഷണിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ബാഫക്കി തങ്ങളുടെ വിയോഗത്തോടെ സമസ്തയിൽ മാത്രമല്ല മുസ്ലിം ലീഗിലും നിരവധി പ്രശ്നങ്ങൾ ഉടലെടുത്തു. 1974 പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം മുസ്ലിം ലീഗ് പിളർന്നു. MK ഹാജിയുടെയും ഉമർ ബാഫക്കി തങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ലീഗ് എന്നൊരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. പിളർപ്പിന് ശേഷം ഈ രണ്ട് പാർട്ടികൾക്കിടയിൽ അതിശക്തമായ എതിർപ്പുകളുണ്ടായിരുന്നു. സമസ്തയുടെ ആലിമീങ്ങൾ ആ കാലഘട്ടത്തിൽ വലിയ പ്രയാസം നേരിട്ടു. കാരണം അഖിലേന്ത്യാ ലീഗിലെ നേതാക്കന്മാരോട് കൂടെ കൂടിയാൽ മുസ്ലിം ലീഗിലെ ആളുകൾ പറയും സമസ്തയുടെ നേതാക്കൾ അഖിലേന്ത്യാ ലീഗുകാരാണ്, ഇപ്പുറത്ത് കൂടിയാൽ അപ്പുറത്തുള്ളവർ പറയും അവർ മുസ്ലിം ലീഗുകാരാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോടും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ, ഒരാളെയും ചെന്ന് കാണാൻ പറ്റാത്ത ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ വലിയ പ്രയാസത്തോടെയായിരുന്നു ആ കാലഘട്ടത്തിൽ സമസ്ത മുന്നോട്ട് പോയിരുന്നത്. സമസ്തയുടെ ജനറൽ സെക്രട്ടറിയും ജാമിയ നൂരിയയുടെ പ്രിൻസിപ്പലുമായിരുന്ന ഷംസുൽ ഉലമ EK ഉസ്താദിന് ആ കാലത്ത് സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളുമായി വലിയ അടുപ്പമുണ്ടായിരുന്നു. ആ ഒരു അടുപ്പം കാരണം അഖിലേന്ത്യാ ലീഗിനോട് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ചായ്വ് കാണിച്ചത് കൊണ്ട് തന്നെ മുസ്ലിം ലീഗുകാർ കടുത്ത എതിർപ്പുമായി ഷംസുൽ ഉലമയെ നേരിട്ടിരുന്നു. അവർ ഷംസുൽ ഉലമക്കെതിരെ വലിയ ആരോപണങ്ങൾ നടത്തി. ഒടുവിൽ പട്ടിക്കാട് ജാമിയ നൂരിൽ നിന്ന് ഷംസുൽ ഉലമയെ പുറത്താക്കുകയും ചെയ്തു. അതിനുള്ള ഒരുപാട് കാരണങ്ങൾ അവർ സ്വയം നിർമ്മിച്ചെടുത്തു. ഗത്യന്തരമില്ലാതെ പട്ടിക്കാട് ജാമിയ നൂരിൽ നിന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ ഷംസുൽ ഉലമയ്ക്ക് പിരിഞ്ഞു പോവേണ്ടി വന്നു. തൊട്ടടുത്ത മുഷാവറയിൽ തന്നെ ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്തു. സമസ്തയുടെ മേൽനോട്ടത്തിലുള്ള പട്ടിക്കാട് ജാമിയ നൂരി എന്ന സ്ഥാപനത്തിൽ ഉസ്താദുമാരെയോ മറ്റു ഉദ്യോഗസ്ഥരെയോ നിയമിക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യണമെങ്കിൽ സമസ്തയുടെ അനുമതിയില്ലാതെ നടക്കുകയില്ല എന്ന് പ്രമേയം പാസാക്കി. തുടർന്ന് ഷംസുൽ ഉലമ പൂച്ചക്കാട് ദർസിൽ മുദരിസായി സേവനം അനുഷ്ഠിച്ചു. ആ കാലഘട്ടത്തിലൊക്കെ ഷംസുൽ ഉലമ ഉമർ ബാഫക്കി തങ്ങളുമായി ബന്ധം നിലനിർത്തിയതുകൊണ്ട് അദ്ദേഹത്തെ അഖിലേന്ത്യാ ലീഗുകാരനായിട്ട് ചിത്രീകരിക്കുകയും അദ്ദേഹം മുസ്ലിം ലീഗുകാരുടെ കടുത്ത എതിർപ്പിനും കടുത്ത ആരോപണങ്ങൾക്കും വിധേയമാകുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ സമസ്തയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുമൊക്കെ ഷംസുൽ ഉലമയുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടിരുന്നു. അവർ ഷംസുൽ ഉലമയ്ക്ക് സംരക്ഷണമൊരുക്കി. അതും കൂടി ആയപ്പോൾ മലപ്പുറത്തുള്ള മുസ്ലിം ലീഗുകാർ ഷംസുൽ ഉലമയുടെ കടുത്ത വിരോധികളായിട്ട് മാറി. പല രീതിയിലുള്ള അപവാദങ്ങളും ആ കാലഘട്ടത്തിൽ ഷംസുൽ ഉലമയെക്കുറിച്ച് മലപ്പുറത്തുള്ള മുസ്ലിം ലീഗുകാർ പറഞ്ഞു വരുത്തിയിരുന്നു. ചന്ദ്രിക പേപ്പറിലും മാപ്പിളനാട് എന്ന അവരുടെ പല പേപ്പറുകളിലും ഷംസുൽ ഉലമയെക്കുറിച്ച് വളരെ വൃത്തികെട്ട രീതിയിലുള്ള അപവാദങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാവും, മൃഗം അധപ്പതിച്ചാൽ ഷംസുൽ ഉലമയാകുമെന്നൊക്കെയുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളായിരുന്നു മുസ്ലിം ലീഗുകാർ അന്ന് ഷംസുൽ ഉലമയെക്കുറിച്ച് നടത്തിയിരുന്നത്. വഹാബികളിൽ നിന്നും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളിൽ നിന്നൊക്കെ ഷംസുൽ ഉലമ ഇത്തരത്തിലുള്ള എതിർപ്പുകളും അപവാദങ്ങളും നേരിട്ടപ്പോൾ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1974 ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ സമസ്തയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഷംസുൽ ഉലമ കത്തെഴുതുന്നത്. വഹാബികളുമായിട്ടുള്ള വാദപ്രതിവാദങ്ങളിലും ഖണ്ഡന പ്രസംഗങ്ങളിലുമൊക്കെ ഷംസുൽ ഉലമയോട് ചേർന്ന് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ ഹജ്ജിന് പോയ സമയത്ത് ഇനി ആരാണ് വഹാബികളോട് സംവാദം നടത്താനുള്ളത് എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ EK ഹസൻ മുസ്ലിയാരുടെ ചുമതല ഏൽപ്പിച്ചത്. അങ്ങനെയാണ് കാന്തപുരം ഉസ്താദിൻ്റെ കഴിവ് കേരളീയ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയതും സമസ്ത മുഷാവറയിൽ എടുക്കാൻ അവർ തീരുമാനിച്ചതും. അതേ മുഷാവറയിൽ വെച്ച് തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ സമസ്തയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുകയും ചെയ്തു. സമസ്തയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എത്തിയതോടെ ഷംസുൽ ഉലമയ്ക്ക് നേരെയുള്ള അപവാദങ്ങളും ആക്രമണങ്ങളും
ശക്തമായിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നേരിട്ടു. അങ്ങനെ ശംസുൽ ഉലമയ്ക്ക് ഒരു സുരക്ഷാ കവചമായിട്ട് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നിലകൊണ്ടു. അത് കാരണം കൊണ്ട് തന്നെയാണ് കാന്തപുരം ഉസ്താദിനോടും ചില രാഷ്ട്രീയക്കാർക്ക് കടുത്ത വിരോധമുണ്ടാവാൻ കാരണം. 1989 സമസ്തയിലുണ്ടായ പിളർപ്പിന് കാരണം 1975 കാലഘട്ടത്തിൽ നടന്ന ഈ സംഭവങ്ങളാണെന്ന് പറയാൻ, ഈ സംഭവങ്ങളൊക്കെയാണെന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ പറ്റും. അതുപോലെ തന്നെ 89 പിളർപ്പിൻ്റെ പ്രധാന കാരണം 1974 മുസ്ലിം ലീഗിലുണ്ടായ പിളർപ്പും അത് വലിയ കാരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ ഊർജവും കരുത്തും ഉപയോഗിച്ച് ശംസുൽ ഉലമ രാഷ്ട്രീയക്കാർക്കെതിരെയും വഹാബികൾക്കെതിരെയും ആഞ്ഞടിച്ചു തുടങ്ങിയ കാലഘട്ടമാണ്. അതിന് തൊട്ട് മുമ്പ് 1973 സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SSF രൂപം കൊണ്ടിരുന്നു. ഏപ്രിൽ 29 ജാമിയ നൂരിയയുടെ സമ്മേളനത്തിൽ വെച്ചിട്ട് ഒരു വിദ്യാർത്ഥി സമ്മേളനം നടന്നു. ആ വിദ്യാർത്ഥി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് SSF സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ രൂപീകരിച്ചത്. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പ്രഥമ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളായിരുന്നു. അതിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി കൂരിയാടായിരുന്നു. 1975 ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയ തങ്ങൾ വഫാത്തായതോടുകൂടി ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാട് ബാപ്പു മുസ്ലിയാരാണ് സുന്നി യുവജന സംഘത്തിൻ്റെ പ്രസിഡൻ്റായത്. അതേ വർഷം തന്നെ സുന്നി യുവജന സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന KP ഉസ്മാൻ സാഹിബ് അനാരോഗ്യം കാരണം രാജിവെക്കുകയും ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ SYSൻ്റെ ആക്ടിംഗ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുകയും ചെയ്തു. സമസ്തയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയതിനു ശേഷമാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് SYSൻ്റെ ആക്ടിംഗ് സെക്രട്ടറി ആകുന്നത്. എന്നാൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രയാസങ്ങൾ കാരണം ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ 1976 പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും തുടർന്ന് നടന്ന കൗൺസിലിൽ വെച്ചിട്ട് EK ഹസൻ മുസ്ലിയാരെ SYSൻ്റെ പ്രസിഡൻ്റാക്കുകയും AP അബൂബക്കർ മുസ്ലിയാരെ SYSൻ്റെ ജനറൽ സെക്രട്ടറി ആക്കുകയും ചെയ്തു. പ്രതിഭാശാലികളായി ഈ രണ്ട് പടക്കുതിരകൾ SYSൻ്റെ തലപ്പത്തെത്തിയതോടുകൂടിയാണ് SYS എന്ന സംഘടനയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയത്. അതുവരെ കേവലം വാദപ്രതിവാദങ്ങളും ഖണ്ഡനമണ്ഡനങ്ങളും മാത്രമായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് യൂണിറ്റുകൾ രൂപീകരിക്കാനും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ കാലെടുത്ത് വെച്ചു. സാമൂഹിക പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമൊക്കെ നടത്താൻ സമ്മതിക്കാതെ വിലക്കിയിരുന്ന രാഷ്ട്രീയക്കാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെയൊന്നും അനുമതിക്ക് കാത്തു നിൽക്കാതെ ഇവർ ആ രംഗത്തേക്ക് വലിയ കാൽവെപ്പുകളാണ് നടത്തിയത്. ഇവർ രണ്ടുപേരും SYSന് വേണ്ടി സജീവമായി രംഗത്തിറങ്ങുകയും വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.